ആർത്തവമാണോ സ്ത്രീശുദ്ധിയുടെ അളവുകോലെന്ന് സുപ്രീം കോടതി? പുരുഷന്മാരുടെ വ്രതശുദ്ധി അളക്കുന്നത് എങ്ങനെ എന്നും കോടതി. വ്രതമെടുക്കാത്ത പുരുഷന്മാരെ പ്രവേശിപ്പിക്കുന്നില്ലേ എന്നും സുപ്രീം കോടതി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനു ശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, പുരുഷന്മാരുടെ വ്രതശുദ്ധിയുടെ അളവുകോൽ ഏത് തരത്തിലാണ്? ഇക്കാര്യത്തിൽ എന്തുറപ്പാണ് നൽകാനാവുക എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി ചോദിച്ചാണ് നിരീക്ഷണം നടത്തിയതാണ്. ഇന്ന് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? അരുൺ, ഇന്ന് ദേവസ്വം ബോർഡിന്റെ വാദം കേൾക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ സുപ്രധാനമായ ചില പരാമർശങ്ങൾ സുപ്രീം കോടതി നടത്തിയത്. പുരുഷന്മാരുടെ വ്രതശുദ്ധിയുടെ അളവുകോൽ എന്തായിരുന്നു എന്ന് സുപ്രീം കോടതി ചോദിച്ചു. മാത്രമല്ല, വ്രതം എടുക്കാത്ത പുരുഷന്മാരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിൽ വ്രതം എടുക്കാത്ത പുരുഷന്മാരെ പ്രവേശിപ്പിക്കുന്നത് വരെ സ്ത്രീകളെയും പ്രവേശിപ്പിച്ചുകൂടെയെന്ന് സുപ്രീം കോടതി ചോദിച്ചു. 18-ാം പടിയിൽ കൂടെ അല്ലാതെ മറ്റു വഴികളിലൂടെ പുരുഷന്മാർക്ക് വ്രതം എടുക്കാതെ ശബരിമലയിൽ കയറുന്നുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായൊരു മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇതിനിടയിൽ വളരെ നിർണായകമായ, വളരെ സുപ്രധാനമായ ചില പരാമർശങ്ങളും ദേവസ്വം ബോർഡ് നടത്തുകയുണ്ടായി. ദേവസ്വം ബോർഡ് സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചത് ഹിന്ദു മതത്തിൽ മാത്രമല്ല സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ വിവേചനം നിലനിൽക്കുന്നത്. മറ്റു ആരാധനാലയങ്ങളിലും, ചില മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശന വിലക്കുണ്ട്. ഇത്തരം വിലക്കുകൾ ഭരണഘടന അനുവദിച്ചിട്ടുള്ളതാണെന്നുമായിരുന്നു ദേവസ്വം ബോർഡിന് വേണ്ടി കെ വേണുഗോപാൽ സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചത്. മാത്രമല്ല, ശബരിമലയിൽ സ്ത്രീകൾക്ക് വിലക്കോ നിരോധനമോ ഇല്ല. പകരം 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നിയന്ത്രണം മാത്രമാണ് ഉള്ളതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയുണ്ടായി. ശബരിമല ഒഴിച്ച് മറ്റു അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് വിലക്കില്ല. ഈ വാദം കേട്ട സുപ്രീം കോടതി മറുപടിയായി ചോദിച്ചത് ആർത്തവമാണോ സ്ത്രീ ശുദ്ധിയുടെ അളവുകോൽ എന്നായിരുന്നു ചോദിച്ചത്. ഈ പുരുഷന്മാർ വ്രതശുദ്ധിയോടെ തന്നെയാണോ ശബരിമലയിൽ പ്രവേശിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഉറപ്പ് നൽകാനാകുമോ എന്നും സുപ്രീം കോടതി വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് അറിയിക്കാൻ ദേവസ്വം ബോർഡിന് ഇന്നും സാധിച്ചില്ല. എന്തായാലും കേസിൽ വാദം തിങ്കളാഴ്ചയും തുടരും. അരുൺ. മനുശങ്കർ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സന്തോഷ് മാധവന് ഭൂമി ദാനം ചെയ്ത കേസിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല. അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഭൂമിദാന കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ എന്ന് കോടതി ആരാഞ്ഞു. മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിലില്ലാതിരുന്ന കാര്യം എന്തുകൊണ്ടാണ് വ്യവസായ മന്ത്രി ഔട്ട് ഓഫ് അജണ്ടയായി ഉന്നയിച്ചത്? തണ്ണീർത്തടമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂമിദാനത്തിനുള്ള അപേക്ഷ മുൻപ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റി നിരസിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് എങ്ങനെ മന്ത്രിസഭായോഗം ഭൂമിദാനത്തിന് അനുമതി നൽകിയെന്ന് കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷിച്ചില്ലെന്നും കോടതി ചോദിച്ചു. അടുത്ത മാസം 2-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി പി മാധവൻ ഉത്തരവിട്ടു. നിയമകാര്യ ലേഖകൻ പി താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിണറായി ധർമ്മടത്തും VS മലമ്പുഴയിലുമാണ് പത്രിക സമർപ്പിച്ചത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചത്തിലാക്കി പ്രമുഖ നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മലമ്പുഴയിലെ LDF സ്ഥാനാർത്ഥി VS അച്യുതാനന്ദൻ പാലക്കാട് കലക്ടറേറ്റിലെത്തി പത്രിക നൽകി. പ്രമുഖ LDF നേതാക്കൾ VSനെയും പിണറായിയെയും അനുഗമിച്ചു. LDF സ്ഥാനാർത്ഥികളായ KK ശൈലജ ടീച്ചർ കൂത്തുപറമ്പിലും, TV രാജേഷ് കല്യാശ്ശേരിയിലും, KT ജോസ് ഇരിക്കൂറിലും, AN ഷംസീർ തലശ്ശേരിയിലും, C കൃഷ്ണൻ പയ്യന്നൂരിലും നാമനിർദ്ദേശ പത്രിക നൽകി. G സുധാകരനും V ശിവൻകുട്ടിയും IB സതീഷും പത്രിക നൽകി. അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി A റഷീദും UDF സ്ഥാനാർത്ഥി ശബരിനാഥും പത്രിക നൽകി. ആന്റണി രാജുവും V സുരേന്ദ്രൻപിള്ളയും തിരുവനന്തപുരത്തും, KK ഷാജു, ചിറ്റയം ഗോപകുമാർ എന്നിവർ അടൂരിലും, TN സീമ വട്ടിയൂർക്കാവിലും, ജമീല പ്രകാശം കോവളത്തും പത്രിക നൽകി. ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിലും, റോയ് വരിക്കാട്ട് തൊടുപുഴയിലും, ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി MM മണി നെടുങ്കണ്ടത്തും പത്രിക നൽകി. S രാജേന്ദ്രൻ ദേവികുളത്തും, ES ബിജുമോൾ പീരുമേട്ടിലും പത്രിക സമർപ്പിച്ചു. ദേവികുളത്തെ UDF സ്ഥാനാർത്ഥി AK മണിയും, പീരുമേട്, ദേവികുളം, തൊടുപുഴ എന്നിവിടങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചവരിൽ പെടുന്നു. ന്യൂസ് ഡെസ്ക്. ഇടതുമുന്നണി ജയിക്കുമെന്ന ബേജാറിലാണ് ഉമ്മൻചാണ്ടിയുടെ ജൽപ്പനങ്ങളെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. ഇത് താനോ LDFോ കാര്യമാക്കുന്നില്ല. VSനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയോ അതേപോലെ മറ്റു പ്രമുഖരാരെങ്കിലുമോ അടിച്ചുവിടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ കാര്യമായിട്ടുള്ള നിലയിലൊന്നും പരിഗണിക്കേണ്ടതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുകയാണ്. അതിലുള്ള ബേജാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതും തട്ടിവിടും. അതിൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. വി എസിനെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ കോടതിയിൽ നേരിടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പല മണ്ഡലങ്ങളിലും RSSുമായി കോൺഗ്രസ് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടിയേരി ആരോപിച്ചു. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിന് ഇതിനകം 11 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആ 11 മുഖ്യമന്ത്രിമാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? നിരവധി കേസുകൾക്ക് ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി തന്നെ ആരോപണ വിധേയനായി അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ആരുടെ പേരിലും വിജിലൻസ് കേസില്ല, ആരുടെ പേരിലും ആരോപണമില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ആരാണത് വിശ്വസിക്കാൻ പോകുന്നുണ്ട്? തെറ്റായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ, കോടതിയിൽ വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ജനകീയ കോടതിയല്ലേ, ഈ ജനകീയ കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഴിമതിക്കാരായ മുഴുവൻ മന്ത്രിമാരെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനസംഘവുമായി CPIM സഖ്യമുണ്ടാക്കിയെന്ന ഉമ്മൻചാണ്ടിയുടെ ആരോപണം കള്ളക്കഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനതാ പാർട്ടിയുമായി ചേർന്നാണ് CPIM അടിയന്തരാവസ്ഥയെ നേരിട്ടത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയത്. തുടർന്ന് ആന്റണിയും ഉമ്മൻചാണ്ടിയും LDFന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കരുതെന്നും കോടിയേരി പ്രതികരിച്ചു. ഹെൽമറ്റ് ഇല്ലാതെ ഓടിച്ച ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്ത ആഭ്യന്തരമന്ത്രിയുടെ നടപടി വിവാദത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് രമേശ് ചെന്നിത്തല ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ കേസെടുക്കേണ്ടത് പോലീസല്ല, മോട്ടോർ വാഹന വകുപ്പാണെന്ന് പറഞ്ഞ് DGP സെൻകുമാർ കൈയൊഴിയുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് UDF സ്ഥാനാർത്ഥിയുമായ രമേശ് ചെന്നിത്തലയുടെ നിയമലംഘനമാണ് വിവാദമായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇദ്ദേഹം ഇരുചക്രവാഹനത്തിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതും ഹെൽമറ്റ് ധരിക്കാതെ നിയമം ലംഘിച്ച് ബൈക്ക് യാത്ര ചെയ്ത വ്യക്തിയുടെ പിറകിലിരുന്നതുമാണ് വിവാദമായിരിക്കുന്നത്. നിയമലംഘനം നടത്തുന്ന ആഭ്യന്തരമന്ത്രിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നത്. എന്നാൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് ഗതാഗത വകുപ്പ് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയാണെന്നാണ് DGP സെൻകുമാർ പറയുന്നത്. മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുക കൂടിയാണ് DGP ചെയ്യുന്നത്. വീഡിയോ ഉണ്ടെങ്കിലും പലപ്പോഴും ആക്ഷൻ എടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും 10, 200, 300 പേരുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും പോലീസ് പലപ്പോഴും ഇന്നലെ വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അതെ അല്ല, അപ്പൊ ഈ സംഭവം സാറിന്റെ ശ്രദ്ധപ്പെട്ടായിരുന്നോ? നമ്മളത് ഈ സംഭവം എന്റെ പെട്ടിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാം. അതല്ല, സാറിന്റെ ശ്രദ്ധയാൻപ്പെടുത്തിയ സാറാണല്ലോ ഇപ്പം DGP, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചിങ്ങനെ സംഭവം പറഞ്ഞത്. അല്ല, ഇത് തച്ചങ്കേരിയാണ് ഇതിന്റെ മെയിൻ ആള് കേട്ടോ. അവിടെ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തച്ചങ്കേരിയാണ്. അവരാണ് റോഡുകളിലും ഇടവഴികളിൽ പോലും ഹെൽമറ്റ് വേട്ടയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചയക്കുന്ന DGP തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിയമലംഘനത്തെ ന്യായീകരിക്കുന്നതും. ഇതിനെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബാർക്കോഴ ഗൂഢാലോചന കേസിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് ബാർ ഉടമകളുടെ മൊഴിയെടുക്കില്ല. ബാർ ഉടമകൾ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് മൊഴിയെടുപ്പ് മാറ്റി. ബാർക്കോഴ കേസിൽ SP സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലാണ് ബാർ ഉടമകളുടെ മൊഴി എടുക്കേണ്ടിയിരുന്നത്. D രാജ്കുമാർ, PN കൃഷ്ണദാസ്, MD ധനേഷ് എന്നിവരാണ് മൊഴി നൽകേണ്ടിയിരുന്നത്. മലപ്പുറം തിരൂരിൽ പോലീസ് ചമഞ്ഞെത്തി യുവതിയെ പീഡിപ്പിച്ച യുവാവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വക്കാട് സ്വദേശി ഹമീദ് അമിനുൾ ഹാരിസാണ് ബന്ധുക്കളുടെ കൂടെ ബീച്ച് കാണാനെത്തിയ യുവതിയെ പീഡിപ്പിച്ചത്. കുട്ടികൾക്കും ബന്ധുവിനുമൊപ്പം വാക്കാട് ബീച്ചിൽ കടൽ കാണാനെത്തിയ യുവതിയാണ് പീഡനത്തിനിരയായത്. ബന്ധുവിനെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. ബന്ധുവിന്റെയും യുവതിയുടെയും മൊബൈൽ ഫോണുകൾ പ്രതിയായ ഹമീദ് പിടിച്ചെടുത്ത ശേഷം ആളൊഴിഞ്ഞ ഭാഗത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. യുവതിയുടെ ഫോണിൽ നിന്ന് പ്രതി തന്റെ ഫോണിലേക്ക് നമ്പർ തിരിച്ചറിയാനായി വിളിച്ചിരുന്നു. ഇതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. മത്സ്യത്തൊഴിലാളിയാണ് പിടിയിലായ ഹമീദ്. തിരൂർ CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രതിയെ പൊന്നാനി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഉത്തരാഖണ്ഡ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ചോദ്യോത്തരവേള നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ തള്ളി. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. ബഹളത്തെ തുടർന്ന് രാജ്യസഭ
നിർത്തിവെച്ചു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാടിൽ ഉറച്ച കേന്ദ്ര സർക്കാർ. എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റ് വിവരങ്ങൾ കൂടി. അരുൺ, പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിച്ചത് തന്നെ കടുത്ത പ്രതിപക്ഷ ബഹളത്തോടെയായിരുന്നു. ഉത്തരാഖണ്ഡ് സർക്കാർ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് ഇരുസഭകളിലും കോൺഗ്രസ് നേരത്തെ തന്നെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം സഭാ ചട്ടപ്രകാരം ചർച്ച ചെയ്യാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാടെടുത്തത്. ഇതോടെ അടിയന്തര പ്രമേയം ഇരുസഭകളിലും സ്പീക്കർമാർ തള്ളി. ഇത് വലിയ പ്രതിപക്ഷ ബഹളത്തിന് തന്നെ ഇടയാക്കി. ലോക്സഭയിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ 20ഓളം എംപിമാർ ഈ ചോദ്യോത്തരവേള മുഴുവൻ സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം ശൂന്യവേളയിലും വിഷയം കത്തിപ്പടർന്നു. BJP ഇതര സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ജനാധിപത്യത്തെ കൊല്ലുകയാണ് NDA സർക്കാരെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇതിന് രാജ്നാഥ് സിംഗ് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കമാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ പതനത്തിന് ഇടയാക്കിയത്. ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ കൈകളൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതും ഏറെ ബഹളത്തിനിടയാക്കി. രാജ്യസഭയിലാണ് പ്രശ്നം വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത്. രാജ്യസഭ 3ഓളം തവണ നിർത്തിവെച്ചു. അതിനുശേഷം 3 മണിയോടുകൂടി കൂടിയെങ്കിലും സഭ വീണ്ടും തുടരാനാകാത്ത സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉത്തരാഖണ്ഡ് വിഷയം ഉയർത്തിയത്. അരുൺ. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. നിയമസഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് അവസാന മണിക്കൂറിലേക്ക്. 49 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഹൗറ, വിധാൻ നഗർ അടക്കം 49 മണ്ഡലങ്ങളിൽ 1.8 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്. എങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം? അരുൺ, ഹൗറ ജില്ലയിലെ 16ഉം നോർത്ത് 24 പർഗാനയിലെ 33 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ആദ്യ 3 ഘട്ട വോട്ടെടുപ്പുകളിലും ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 4ാം ഘട്ടത്തിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പലയിടത്തും അക്രമം അഴിച്ചുവിട്ടു. നോർത്ത് 24 പർഗാന ജില്ലയിലാണ് കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ബീച്ച്പൂരിൽ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ തൃണമൂൽ കോൺഗ്രസ് ആക്രമണത്തിൽ 3.5 വയസ്സുള്ള കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ ടൗണിൽ നടന്ന തൃണമൂൽ അക്രമത്തിലും നിരവധി CPM പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡംഡം നോർത്ത് നിയോജക മണ്ഡലത്തിലെ CPIM സ്ഥാനാർത്ഥിയായ തന്മോയ് ഭട്ടാചാര്യക്ക് നേരെ തൃണമൂൽ പ്രവർത്തകർ കല്ലെറിഞ്ഞു. കല്ലെറിൽ തന്മോയ് ഭട്ടാചാര്യക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മണിവരെയുള്ള പോളിംഗ് ശതമാനത്തിന്റെ കണക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. 67% പേരാണ് 3 മണിവരെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അരുൺ. എം സന്തോഷ് ദില്ലിയിൽ നിന്ന്. ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അമ്പിളി ഫാത്തിമ അന്തരിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിലാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. 1 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം കോട്ടയത്തെ വീട്ടിലെത്തിയ അമ്പിളി അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്കാരം കോട്ടയത്ത് നടന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ 10 മാസം മുമ്പാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശങ്ങളും മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10 മാസത്തെ തുടർ ചികിത്സയ്ക്ക് ശേഷം 1 മാസം മുമ്പാണ് കോട്ടയത്തെ വീട്ടിലെത്തിയത്. കർശനമായ നിരീക്ഷണത്തിലായിരുന്നെങ്കിലും 4 ദിവസം മുമ്പ് കടുത്ത പനിയും ശ്വാസതടസ്സവും ബാധിച്ചതിനെ തുടർന്നാണ് അമ്പിളി ഫാത്തിമയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ സൂഡോമോണസ് അണുബാധയിൽ അമ്പിളിയുടെ ആന്തരികാവയവങ്ങളുടെയും തലച്ചോറിന്റെയും പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. രാവിലെ 10:30യോടെയാണ് മരണം സംഭവിച്ചതെന്ന് കാരിത്താസ് ആശുപത്രിയിലെ കാർഡിയാക് സർജൻ ഡോക്ടർ രാജേഷ് രാമൻകുട്ടി പറഞ്ഞു. sort of infection. Pseudomonas എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ വെച്ചുള്ള ഇൻഫെക്ഷനാണ് ഉണ്ടായത്. അതൊരു വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് സോർട്ട് ഓഫ് ബഗ് ആണ് ഈവൻ ഇൻ നോർമൽ പീപ്പിൾ. സോ അമ്പിളിയുടെ കാര്യത്തിൽ ഇറ്റ് ബിക്കംസ് ഈവൻ മോർ ഡിഫിക്കൽട്ട്. അമ്പിളിയുടെ ചികിത്സയ്ക്കായി ഏകദേശം 1.5 കോടി രൂപയോളം ചിലവായിരുന്നു. സാധാരണക്കാരായ ഈ കുടുംബത്തിന് സഹായവുമായി നടി മഞ്ജു വാര്യർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. IAS ആകണമെന്ന വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അടക്കിപ്പിടിച്ചാണ് കരുണയുടെ കണ്ണുകൾ നനയിപ്പിച്ച് അമ്പിളി ഫാത്തിമ യാത്രയായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വരൾച്ച രൂക്ഷമായതോടെ വയനാട്ടിൽ അതിർത്തി ഗ്രാമങ്ങൾ കരിഞ്ഞുണങ്ങുകയാണ്. കബനിയും വറ്റിയതോടെ പുൽപ്പള്ളി, തിരുനെല്ലി മേഖലകൾ കടുത്ത വരൾച്ചയെ നേരിടുകയാണ്. ഇപ്പോൾ ഇവിടെ ജലസേചനത്തിനും വരൾച്ചാ പ്രതിരോധങ്ങൾക്കുമായി ആവിഷ്കരിച്ച വിവിധ പദ്ധതികളാണ് നടപ്പാക്കാനാവാതെ കിടക്കുന്നത്. കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത നാടുകളായി വയനാട്ടിലെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞു. കബനിയുടെ ജലഞരമ്പുകൾ ചുരുങ്ങിപ്പോയ വൃഷ്ടിപ്രദേശങ്ങൾ വരൾച്ചയുടെ പിടിയിലാണ്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, തിരുനെല്ലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മിക്കയിടവും പൊള്ളുന്ന വേനലിന്റെ കരങ്ങളെ സ്പർശിക്കാനാവാതെ കരിഞ്ഞുപോയിരിക്കുന്നു. 1/2 ഏക്കർ 3/4 ഏക്കർ സ്ഥലങ്ങൾക്ക് മൊത്തം പോയി. ഇപ്പോൾ 1.5 3 ഏക്കർ 2.5 ഏക്കർ സ്ഥലം എല്ലാം അത് മൊത്തം ഇതുപോലെ നശിച്ചു പോയേക്കുമല്ലേ, മൊത്തം നശിച്ചു പോയി. കബനിയുടെ കരയെ കർണാടകയിൽ നിന്നുള്ള ഉഷ്ണവായുവിൽ നിന്ന് സംരക്ഷിച്ച മുളങ്കാടുകളോ മരങ്ങളോ നദിക്കരയിലെന്നില്ല.
2013 ഇതിനു പരിഹാരമായി ആവിഷ്കരിച്ച ജൈവവേലി ഉൾപ്പെടെയുള്ള പരിഹാരമാർഗങ്ങളൊന്നും നടപ്പായില്ല. കാവേരി നദീജല ട്രൈബ്യൂണലിന്റെ 2007 വിധിപ്രകാരം 30 TMC ജലം കേരളത്തിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നാൽ 9 TMC ജലം മാത്രമാണ് കബനിയിൽ നിന്ന് കേരളം ഉപയോഗിക്കുന്നത്. നൂറുകണക്കിന് കർഷകരാണ് അടുത്ത കാലത്ത് ഇവിടെ കൃഷി ഉപേക്ഷിച്ചത്. 2005-10 കാലഘട്ടത്തിൽ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ തന്നെ 1850 ഏക്കർ സ്ഥലത്ത് ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം തയ്യാറാക്കി. അതിനുള്ള സാധ്യതാ പഠനം നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ജലസേന വകുപ്പിനെ ഏൽപ്പിച്ചാണ്. പക്ഷേ ഗവൺമെൻറ് ഒരു പൈസ പോലും ബഡ്ജറ്റിൽ വകയിരുത്തില്ല. അതുകൊണ്ട് തന്നെ ആ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. കാര്യക്ഷമമായ ഇടപെടലുകളില്ലെങ്കിൽ ഉഷ്ണവായു കരിയിച്ചു കളഞ്ഞ മറ്റൊരു പ്രദേശമാകും ഇവിടം. ക്യാമറമാൻ ജിബേഷിനൊപ്പം വയനാട്ടിൽ നിന്നും അനൂപ് കയാർ.